ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫർഹാസ് റെസിപ്പി. ഇന്നൊരു സ്പെഷ്യൽ വിഭവമാണ് പരിചയപ്പെടുത്തുന്നത്. ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കെല്ലാം പരിചിതമായതാണ്. റമദാനിലെ പ്രിയപ്പെട്ട വിഭവം ജീരാ കഞ്ഞി. ഹെൽത്തി ആൻഡ് ടേസ്റ്റി വിഭവമാണ്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പൊടിയരിയാണ്. 1 കപ്പ് പൊടിയരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചോറ് വെക്കുന്ന കുറുവ റൈസും ഉപയോഗിക്കാം. വേവ് കുറവായതുകൊണ്ട് തന്നെയാണ് ഞാൻ പൊടിയരി ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കി വേവിക്കാം. അരി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് 2 വിസിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പാണ് തയ്യാറാക്കേണ്ടത്. ഇതിനായി ചെറിയ ജീരകം 2 ടീസ്പൂൺ, ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, ഒരു 5 അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത്. ഇനി ഇത് മൂന്നും കൂടെ നന്നായി ഒന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിലായി അരച്ചെടുക്കുകയാണ് വേണ്ടത്. തേങ്ങ അരയാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇവിടെ കഞ്ഞിക്കുള്ള അരി വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിത് അരി വേവിക്കുമ്പോൾ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കാം. ജീരാ കഞ്ഞിയുടെ കളറ് മഞ്ഞയാണല്ലോ, അപ്പോൾ കളറ് കുറവായതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ, ജീരകം, ഉള്ളി ഇവ അരച്ചെടുത്ത് തയ്യാറായിട്ടുണ്ട്. ഇനി അരപ്പൊന്ന് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരി വേവിക്കുമ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടില്ല. തേങ്ങ ഒഴിക്കുമ്പോൾ ഇനി തിക്കനുസരിച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഒഴിക്കാതിരുന്നത്. ഈ തേങ്ങ അരച്ചതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇത്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു തിള വന്നതിന് ശേഷം ഇത് ഓഫ് ചെയ്യാം. തേങ്ങ അരപ്പ് ഒഴിച്ചപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ കുറവുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് തൂമിച്ചെടുക്കാനുള്ള ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കാം. ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇനിയൊരു 1 ടീസ്പൂൺ നെയ്യിൽ ഒന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. ഇനി ഒരു ചട്ടി ചൂടാക്കി അതിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഉള്ളി ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കി വെച്ച കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജീരാ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഹെൽത്തി ജീരാ കഞ്ഞി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തയ്യാറാക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഹെൽത്തി ഫുഡാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.